വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ രാജ്യം, ഈ വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ്, ഈ വേൾഡിലെ തന്നെ ഏറ്റവും ചെറിയ സിറ്റി, അതാണ് വെത്തിക്കാൻ സിറ്റി. ലോകത്തിൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ആ ക്രിസ്ത്യൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ വെത്തിക്കാൻ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളൊരു സിറ്റി പോയാൽ വണ്ടിയൊക്കെ എടുത്തിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുക. പക്ഷെ വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നടന്ന് തന്നെ ആ ഫുൾ കൺട്രിയും കണ്ടു തീർക്കാം. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബസിലിക്ക ചർച്ച് ആണ് ആൻഡ് വത്തിക്കാൻ മ്യൂസിയം. ഈ സിറ്റിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നതും വളരെ കുറവാണ്. ലെസ് ദാൻ 900 ആളുകളൊക്കെ ഇവിടെ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വത്തിക്കാനിൽ പോവുകയാണെങ്കിൽ ബസിലിക്ക ചർച്ചിന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മ്യൂസിയത്തിന് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് മ്യൂസിയത്തിനകത്തായിട്ടാണ് ഈ സിസ്റ്റീൻ ചാപ്പൽ ഉള്ളത്. ഈ സിറ്റിയിൽ പ്രോപ്പറായിട്ട് പ്രിസണും ഇല്ല, ഹോസ്പിറ്റലും ഇല്ല. പക്ഷേ ഈ പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ വത്തിക്കാൻ ഏറ്റവും ഹൈ ആണ്. അത് ഇവിടുത്തെ സിറ്റിസൺസിന്റെ മാത്രം കാര്യമല്ല, ഇത് ഇങ്ങനത്തെ ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിൽഗ്രിംസും ടൂറിസ്റ്റും ഒക്കെ വരും. സോ അതും ക്രൈം റേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. പിന്നെ ഇതൊരു റിലീജിയസ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. ഷോർട്സ്, സ്ലീവ്ലെസ് അതൊന്നും ഇട്ട് പോകാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഷോൾഡർ കവർ ചെയ്ത് നീക്കി താഴെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇവിടെയൊക്കെ പോകാനായിട്ട്. ഞാൻ വിസിറ്റ് ചെയ്ത ചേർച്ചസിൽ വെച്ചിട്ട് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചേർച്ചാണ് ബസിലിക്ക ചർച്ച്. ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യും. ആൻഡ് ഇഫ് എനിവൺ ഈസ് പ്ലാനിങ് എ വിസിറ്റ് ടു റോം, വത്തിക്കാൻ സിറ്റി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി നിയർ. ഓൾസോ ദി വത്തിക്കാൻ മ്യൂസിയം, കാരണം ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. കുറേ ഹിസ്റ്ററി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്.